അനാലിസിസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് വൈസ് എത്ര ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലുള്ളൊരു അനാലിസിസാണ് നോക്കുന്നത്. സോ ഈ ഒരു PDF നമുക്ക് ALP ലാസ്റ്റ് ഇയർ ചോദിച്ച ഫുൾ ജനറൽ സയൻസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ PDF ആണ്. ആൻഡ് ഇതുപോലെ തന്നെ JEയുടെയും PDF ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പം ഇത് JEയുടെ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും അറിയാമായിരിക്കും ALPക്ക് നമുക്ക് 20 ക്വസ്റ്റ്യൻ ആണ് ജനറൽ സയൻസിൽ നിന്ന് ചോദിക്കുന്നത്. JEക്ക് അതുപോലെ 30 ക്വസ്റ്റ്യൻസ് ആണ് വെയിറ്റേജ് വരുന്നത്. സോ ഈ രണ്ട് PDF കൂടി ലാസ്റ്റ് ഇയറിലത്തെ മാത്രം വെച്ച് കമ്പയർ ചെയ്ത് ഞാൻ ChatGPT എന്നൊരു അനാലിസിസ് എടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് നോക്കാം. സോ ഫിസിക്സിൽ നിന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ ALPക്ക് മൊത്തം 28 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് വെയിറ്റേജ് അനുസരിച്ച്. JEക്ക് 46 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഫിസിക്സിൽ നിന്ന് മാത്രം. 2024 കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത്രയും ടോപ്പിക്സ് എന്തായാലും കവർ ചെയ്ത് PYQ ഇൻക്ലൂഡഡ് ചെയ്തിട്ട് വേണം പോവാൻ. സോ ഇതിൽ നോക്കുമ്പോഴത്തേക്കും ഇത്രയും ടോപ്പിക്സ് നമ്മൾ എന്തായാലും പഠിക്കണം. കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ടോട്ടൽ ALPയിൽ 22 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ചാപ്റ്റർ മാറ്റർ ആൻഡ് സ്റ്റേറ്റ്സ് ആണ്. JE നോക്കുകയാണെങ്കിലും അത് തന്നെയാണ്. JEയിൽ കെമിസ്ട്രി 20 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ബയോളജി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ബയോളജി ALPയിൽ 30 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. JE ആണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. സോ ഹ്യൂമൻ ഫിസിയോളജി, പ്ലാന്റ് ഫിസിയോളജി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. ആൻഡ് ഇത് നോക്കിയിട്ട് ഇതിൽ പറയുന്ന ടോപ്പിക്സ് എല്ലാം നമ്മൾ പഠിച്ചിട്ട് പോകണം. PYQs കുറച്ചും കൂടി നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ തന്നെ ഫോളോ ആക്കാനുള്ള ചാൻസസ് ആണുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ്ഫുൾ ആക്കണം.